ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു കോഴിക്കോട് നിന്നാണ്. ആ വാർത്ത കോഴിക്കോട് മൂന്നാലങ്കലിൽ അച്ഛൻ മകനെ കുത്തി പരിക്കേൽപ്പിച്ചു. പള്ളിക്കണ്ടി സ്വദേശി യാസിൻ അറാഫത്തിനാണ് കുത്തേറ്റത്. അച്ഛൻ മകനെ കുത്തി പരിക്കേൽപ്പിച്ച ഒരു വിവരമാണ്, വാർത്തയാണ് ലഭിക്കുന്നത്. കോഴിക്കോട് മൂന്നാലങ്കലിലാണ് സംഭവം. പള്ളിക്കണ്ടി സ്വദേശി യാസിൻ അറാഫത്തിനാണ് കുത്തേറ്റത്. നിലവിൽ ഇയാൾ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പിന്നാലെ തന്നെ ഈ ഒരു സംഭവത്തിന് തൊട്ട് പിന്നാലെ തന്നെ സംഭവത്തിൽ പിതാവ് അബൂബക്കർ സിദ്ദീഖിനെയും മറ്റൊരു മകൻ മുഹമ്മദ് ജാബിറിനെയും കസ്റ്റഡിയിലെടുത്തു. ലഹരിക്കടിമയായ മകന്റെ നിരന്തര ആക്രമണം സഹിക്കാൻ കഴിയാതെയാണ് കുത്തി പരിക്കേൽപ്പിച്ചതെന്ന് പിതാവ് മൊഴി നൽകി. യാസർ അറാഫത്തിന്റെ പരിക്ക് ഗുരുതരമല്ല. നിലവിൽ മെഡിക്കൽ കോളേജിലാണ്, ചികിത്സയിലാണ്. അടിമയാണ് ആ മകന്റെ നിരന്തര ആക്രമണം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ കുത്തി പരിക്കേൽപ്പിച്ചതെന്നാണ് പിതാവ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. ഈ മകൻ യാസർ അറാഫത്തിന് വലിയ രീതിയിൽ പരിക്കുകളില്ല. മൂന്നാലങ്കലിലാണ് അച്ഛൻ മകനെ കുത്തി പരിക്കേൽപ്പിച്ചത്. പള്ളിക്കണ്ടി സ്വദേശി യാസിൻ അറാഫത്തിനാണ് കുത്തേറ്റത്. പിതാവ് അബൂബക്കർ സിദ്ദീഖിനെയും മറ്റൊരു മകൻ ഉണ്ട് മുഹമ്മദ് ജാബിറിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിതാവ് നൽകിയ മൊഴി ഇത്തരത്തിലാണ്. ലഹരിക്കടിമയാണ് മകൻ യാസിൻ അറാഫത്ത്. ലഹരിക്കടിമയായ ഒരു യുവാവാണ്. ആ യുവാവ് നിരന്തരമായി ആക്രമിക്കുകയാണ്. ആ ആക്രമണം സഹിക്കാൻ കഴിയാതെയാണ് ഇപ്പോൾ കുത്തി പരിക്കേൽപ്പിച്ചത് എന്നുള്ളതാണ് പിതാവ് നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്. ഈ സംഭവത്തിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ പ്രേക്ഷകർ അടക്കം അത് വിലയിരുത്തേണ്ടതാണ്. ലഹരിയാണ് ഇവിടെ ഒരു വലിയൊരു വിഷയമായി മുന്നോട്ട് വെക്കുന്നത്. ലഹരിയുടെ പുറത്ത് നടന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു മൂല കാരണം ലഹരിയാണെന്നുള്ളതാണ്. ലഹരിക്കടിമപ്പെട്ട ഒരു യുവാവ് നിരന്തരമായി പിതാവിനെ ആക്രമിക്കുന്നു, നിരന്തരമായ ആക്രമണം അഴിച്ചുവിടുന്നു. ആ ആക്രമണം സഹിക്കാൻ കഴിയാതെ പിതാവ് കുത്തി പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് പിതാവ് നൽകുന്ന മൊഴി. നിലവിൽ പിതാവ് അബൂബക്കർ സിദ്ദീഖിനെയും മറ്റൊരു മകൻ മുഹമ്മദ് ജാബിറിനെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഈ കുത്തേറ്റ ഈ മകൻ യാസർ അറാഫത്തിൻ്റെ പരിക്ക് ഗുരുതരമല്ല.